കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഏതു ദിക്കിലിരിക്കിലും തന്നുടെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യമപ്പോഴേ വന്നു പോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞതു ബാദരായണൻ താനുമരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ചിലർ പറയും, എൻ്റെ വീട്ടിൽ പൂജാമുറിയില്ല, ജപിക്കാൻ പറ്റുമോ? എവിടെ ഇരുന്നാണ് ജപിക്കേണ്ടത്? ഇത് ചില ആളുകൾ ജപിക്കാതിരിക്കാൻ നടത്തുന്ന ഒരു നടപടിയാണ്. ജപിക്കണം എന്ന് നിർദ്ദേശിക്കുമ്പോൾ അത് എവിടെ ഇരുന്നായാലും ജപിക്കാം, ഏതു ദിക്കിലിരുന്നു ആയാലും നിങ്ങൾക്ക് ജപിക്കാമെന്നാണ് പൂന്താനം പറയുന്നത്. നാവു കൊണ്ടത് ചൊല്ലി എന്നാകിലും എന്നു മതി. ജപം എവിടെ നിന്നായാലും കുഴപ്പമില്ല. ഉള്ളിൽ ഭക്തി നിറഞ്ഞാൽ എവിടെ നിന്ന് ജപിച്ചാലും ആ ജപം ഈശ്വരൻ കേട്ടിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരൻ ഉള്ളത്, ഈശ്വരൻ പുറത്തല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശ്വരൻ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. സാധകൻ്റെ സഞ്ചാരത്തിൽ അത് വളരെ വ്യക്തമായ ഒരു പദ്ധതിയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സാധന നാം അറിയാതെ നമ്മുടെ തിരുനാമങ്ങളായി നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരണം. നമ്മുടെ നാഡീ ഞരമ്പുകളിൽ അത് ഒഴുകി വരണം. നമ്മുടെ മജ്ജയിലും നമ്മുടെ അസ്ഥിയിലും നമ്മുടെ കോശങ്ങളിലും കോശാന്തരങ്ങളിലും രോമങ്ങളിൽ പോലും തിരുനാമങ്ങളുടെ ശക്തി ഉണ്ടാകണം. അതാണ് രാമ പറയുന്നത്. ശ്രീരാമ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു സന്യാസിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ചെന്നു ഹിമാലയത്തിൽ. രാത്രിയായി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. 10-12 മണിയായപ്പോൾ രാമ 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 എന്ന ഒരു ശബ്ദം മാത്രം കേൾക്കാം. അപ്പോൾ എവിടുന്നാണ് ഈ ശബ്ദം എന്ന് ഈ ബന്ധു കരുതി. അവസാനം ചെന്നു നോക്കി, എവിടെ നിന്നാണ് ഈ ശബ്ദം? നോക്കുമ്പോൾ ഉറങ്ങുന്ന രാമയുടെ ശരീരത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രാമ രാമ എന്ന ശബ്ദം പുറത്തേക്ക് വരുന്നത്. കാരണം ജപിച്ച് ജപിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പോലും രാമ 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 എന്ന ശബ്ദം പുറത്തേക്ക് വരുന്നു. നമ്മുടെ ഓരോ ശരീരത്തിൻ്റെയും ഓരോ രോമകൂപങ്ങളിൽ നിന്ന് പോലും നാമം ജപത്തിൻ്റെ ശക്തി പുറത്തേക്ക് വരണം. ഇതാണ് വേദങ്ങളിൽ പറയുന്നത്, ഇതാണ് ഗീതയിൽ പറയുന്നത്, ഇത് തന്നെയാണ് ബാദരായണൻ പറയുന്നത്, ഇത് തന്നെയാണ് ഭാഗവതത്തിൻ്റെ തർജ്ജമകാരനായ ശ്രീധരാചാര്യൻ പറയുന്നത്, ഇത് തന്നെയാണ് എല്ലാ ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളത്. എല്ലാ വേദങ്ങളുടെയും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് നാട്യശാസ്ത്രത്തിൽ പോലും പറയുന്നത് മോക്ഷമാണ് ആത്യന്തികമായ ലക്ഷ്യം. നാട്യത്തിലൂടെ മോക്ഷം വരണം. സംഗീതശാസ്ത്രത്തിലായാലും അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണ് എന്ന് ആ ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മോക്ഷമാകുന്നു ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി പരമമായ ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ, അത് നാമം ജപമാണ്. ആ നാമം ജപത്തിന് ഒരു വഴിയേ ഉള്ളൂ, നാമം ജപിക്കുക എന്നത്. അതിൽ നിന്ന് വഴി മാറാതിരിക്കുക. അതിന് പൂജാമുറിയുടെയോ അതിന് ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഏതു ദിക്കിലിരിക്കലും തന്നെ നാവു കൊണ്ടത് ചൊല്ലി എന്നാകിലും എന്ന് പൂന്താനം നമ്മെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം നമുക്ക് ഓരോരുത്തർക്കും ശിരസാ വഹിക്കാം. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാധകനാകാം.